ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് BSNLൻ്റെ ബ്രോഡ്ബാൻഡ് സ്പീഡ് ടെസ്റ്റ് ആണ്. BSNLൻ്റെ ബ്രോഡ്ബാൻഡ് കണക്ഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 399 പ്ലാനാണ്. 399 പ്ലാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ GST കൂടെ വരും. അപ്പോൾ ഏറ്റവും ബേസ് പ്ലാനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 30 MBPSൻ്റെ സ്പീഡുള്ള പ്ലാനാണ്. അപ്പോൾ അതിൻ്റെ സ്പീഡ് ടെസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനത് BSNLൻ്റെ ഫ്രീ കണക്ഷൻ എടുത്തത് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടി ഞാനൊരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്ന് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണേണ്ടവർക്ക് വേണമെങ്കിൽ അത് കയറി കാണാം. അപ്പോൾ ഞാനിവിടെ സ്പീഡ് ടെസ്റ്റ് ചെയ്യുന്നത് സ്പീഡ് ടെസ്റ്റ് വൈ വൂക്കിൾ എന്ന് പറഞ്ഞ ആപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാളേഷൻ ചെയ്യുക, ശേഷം അത് ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ കുറച്ച് പെർമിഷനൊക്കെ ചോദിക്കുക, അതൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്താൽ അടുത്ത പേജിൽ ഇങ്ങനെ ഗോ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ഇതാണ് ടാപ്പ് ചെയ്യേണ്ടത്. ഇത് ടാപ്പ് ചെയ്താൽ സ്പീഡ് ടെസ്റ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ താഴെയായിട്ട് BSNL കണക്റ്റ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ കണക്ട് ചെക്ക് ചെയ്തിട്ട് ഗോ കൊടുക്കുന്നു. ഗോ കൊടുക്കുമ്പോഴേ ഇങ്ങനെ സ്പീഡ് ഇങ്ങനെ അവർ കാൽക്കുലേറ്റ് ചെയ്യുവാണ്. ഇവിടെ ഡൗൺലോഡിംഗ് സ്പീഡ് വരുന്നത് 29.4 ഇനി നമുക്ക് അപ്ലോഡിംഗ് സ്പീഡ് നോക്കാം. അപ്ലോഡിംഗ് സ്പീഡ് ഏകദേശം ഒരു 32.4 വന്നിട്ടുണ്ട്. അപ്പം ഡൗൺലോഡിങ് 29.4, അപ്ലോഡിങ് 32.4. ഞാൻ എടുത്തേക്കുന്ന പ്ലാന് 399 ആണ്. 30 MBPSൻ്റെ പ്ലാനാണ്. പക്ഷേ എനിക്ക് കിട്ടുന്നത് അപ്ലോഡിങ്ങിൽ 32.4 കിട്ടുന്നുണ്ട്, 30 MBPSൽ കൂടുതൽ കിട്ടുന്നുണ്ട്. ഡൗൺലോഡിങ് വരുമ്പോൾ 29.4 ഉള്ളൂ, 30 MBPS താഴെയാണ്. ഞാൻ ചെക്ക് ചെയ്തത് 3 മണി ആ സമയത്താണ്. എപ്പോഴും സ്റ്റഡി ആയിട്ട് സ്പീഡ് കിട്ടേണ്ടതാണ്. പക്ഷേ ചില സമയത്ത് ചെക്ക് ചെയ്യുമ്പോൾ ഒരു 30-36 കാണിക്കാറുണ്ട്, ചിലപ്പോൾ 28-32 കാണിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സമയം എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയാണ് BSNLൻ്റെ ഒരു പ്ലാൻ്റെ സ്പീഡ് ഇവിടെ കിട്ടുന്നത്. ഇനി ഞാൻ ഈ ഒരു പ്ലാൻ്റെ സ്പീഡ് ഇവിടെ കാണിച്ചാലും മൊബൈലിൽ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഫോണിൽ നമ്മുടെ മേളിൽ ഇതിൻ്റെ ഇത് കാണിക്കുമല്ലോ, അതായത് സ്പീഡ് കാണിക്കുമല്ലോ. ആ സ്പീഡിൽ എത്ര കാണിക്കുന്നത് ഞാനൊരു എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്നൊരു ഗെയിം, ഏകദേശം 3 GB അടുത്തുള്ളൊരു ഗെയിമാണ്. ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ എത്ര സ്പീഡുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ നിന്ന് ഇൻസ്റ്റാളേഷൻ കൊടുക്കുന്നു. 3 GB ഉണ്ട് ആപ്പ് സൈസ്, ഇവിടെ കണ്ടില്ലേ. അപ്പോൾ ഇവിടെ മുകളിലായിട്ട് എത്ര സ്പീഡ് വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഡൗൺലോഡ് ചെയ്യുവാണ്. പ്ലേ സ്റ്റോറാണ്. പ്ലേ സ്റ്റോറിൽ ഇവിടെ 3 MBPS കിട്ടുന്നുണ്ട്. 3.80, 3.90. അങ്ങനെ എനിക്കൊരു 4 MBPS വരെ കിട്ടിയിട്ടുള്ളൂ. 4 വന്നിട്ട് പിന്നെ താന്ന് വരും, ഒരു 2 വരും, പിന്നെ 3 വരും, പിന്നെ 1.5 വരും. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡിങ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്ത് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു 3.5, 3, 2.5 ആ ഒരു റേഞ്ച് മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ. മാക്സിമം പോയ ഇടയ്ക്കെങ്ങാണ് 4-നടുത്ത് വരും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് പ്ലേ സ്റ്റോറിൽ കിട്ടുന്നത്. ഞാൻ വേറെ എന്തെങ്കിലും ഒരു ഇതൂടെ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ടെലിഗ്രാമിലൊരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ ഇട്ടിരിക്കുകയാണ്. ടെലിഗ്രാമിൽ 1 GB ഒരു ഫയലാണ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തപ്പോൾ ഇവിടുത്തെ സ്പീഡ് കാണുന്നുണ്ട് 2.60 ആണ് കാണിക്കുന്നത്. ആദ്യം 1.5 വന്നു, 2.60, 3.20 ആ ഒരു റേഞ്ചിൽ ഡൗൺലോഡിംഗ് സ്പീഡ് കിട്ടുന്നുണ്ട്. മാക്സിമം ഇതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൻ്റെ കൂട്ട് തന്നെ ടെലിഗ്രാമിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ടെലിഗ്രാമിൽ ചില സമയത്ത് കുറച്ച് സ്ലോ ആയിട്ട് കാണിക്കുന്നുണ്ട്. ചില സമയത്ത് മാക്സിമം പോയാൽ 4 MBPS വരെ ഇതിൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ ടെലിഗ്രാമിൻ്റെ അങ്ങനെയാണ്. അതുപോലെ ഗൂഗിൾ ക്രോമിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് APK ഫയലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു ചില സമയങ്ങളിൽ മാത്രമേ 4 MBPS അടുത്ത് വരുന്നുള്ളൂ. കൂടുതലും 1.5 MBPS, 2 MBPS വരെ കിട്ടിയിട്ടുള്ളൂ ഡൗൺലോഡിങ്. അപ്ലോഡിങ്ങിൻ്റെ കാര്യം പറയുവാണെങ്കിലും അപ്ലോഡിങ് എനിക്കൊരു 3.5 MBPS അല്ലെ 3.2, 3.70 അങ്ങനെ മാക്സിമം 4 MBPS വരെ. അത് അപ്ലോഡിങ് വരുമ്പോഴത്തേക്ക് സ്റ്റഡി ആയിട്ട് കിട്ടാറുണ്ട്. എപ്പോഴും ഒരു 3-നും 3.5 ഇടയ്ക്ക് സ്റ്റഡി ആയിട്ട് കിട്ടാറുണ്ട്. പക്ഷേ ഡൗൺലോഡിങ് വരുമ്പോഴത്തേക്ക് അത് 3.5 വരും, 3 വരും, 2 വരും, 1.5 വരും. ചില സമയത്ത് 1.5 കൂടുതൽ കിട്ടത്തേയില്ല. ചില സമയത്ത് 2 സ്റ്റഡി ആയിട്ട് നിൽക്കും. ചില സമയത്ത് ഞാൻ ഈ കാണിച്ച പ്ലേ സ്റ്റോറിൻ്റെ പോലും ചില സമയത്ത് 2 MBPS അല്ലെങ്കിൽ 1 MBPS അല്ലെങ്കിൽ 800 kbps ഒക്കെ കിട്ടുകയുള്ളൂ. അപ്പം അപ്ലോഡിങ് എനിക്ക് തോന്നുന്നു 3-നും 3.5 ഇടയ്ക്ക് എപ്പോഴും സ്റ്റഡി ചെയ്യാൻ തോന്നുന്നു. എനിക്കിപ്പം ഇതുവരെ അങ്ങനെയാണ് തോന്നുന്നത്. ഇത്ര നാളത്തെ ഉപയോഗത്തിന് ശേഷം, ഒരു മാസം ഉപയോഗിച്ച ശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇപ്പോഴത്തെ സ്പീഡ് ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ ഡൗൺലോഡിങ് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, ചില സമയത്ത് എന്തായാലും 800 kbps കിട്ടും. 800-നും ഒരു 2 MBPS-നും ഇടയ്ക്ക് സ്റ്റഡി ആയിട്ട് എപ്പോഴും കിട്ടും. പക്ഷേ ഈ ഒരു 4 MBPS-ന് അടുത്ത് വരെ സ്പീഡ് വളരെ അപൂർവമായിട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പം ഞാൻ എടുത്തേക്കുന്ന ഏറ്റവും കുറഞ്ഞ പ്ലാനാണ്, 399 ആണ്. അതുകൊണ്ടായിരിക്കാം. അപ്പം എനിക്ക് നോർമൽ യൂസിന്, എൻ്റെ ഒരു യൂസിന് ഈ ഒരു സ്പീഡ് മതി. അതാണ് ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഈ ഒരു നോർമൽ പ്ലാൻ, നിങ്ങൾക്ക് ഈ ഒരു സ്പീഡ് മതിയെന്നുണ്ടെങ്കിൽ ഇത് ധൈര്യമായിട്ട് ഈ ഒരു പ്ലാൻ എടുക്കാം. എനിക്ക് ഈ ഒരു പ്ലാനകത്തിൽ വലിയ സ്പീഡ് കുറവായിട്ട് തോന്നുന്നില്ല. കാരണം ഞാൻ നേരത്തെ മൊബൈൽ ഡേറ്റ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്പീഡുണ്ട്. അപ്പോൾ എനിക്കുള്ള ആവശ്യത്തിനുള്ള നെറ്റിനുള്ള ഉപയോഗിക്കാനുള്ള സ്പീഡ് ഇത് കിട്ടുന്നുണ്ട്.
അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്പീഡ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് അറിയിച്ചാൽ ഞാനത് ഇതിനും കൂടുതലും റിപ്ലൈ ചെയ്യാൻ ഫ്രീ ആവുന്നതനുസരിച്ച് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കണക്ഷൻ എങ്ങനെ എടുത്തെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് ആ ഒരു കണക്ഷൻ എങ്ങനെയാണ് എടുക്കുന്നത്, എത്ര രൂപ ചാർജ് ആവും, അതിന് പേയ്മെൻറ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള ടെക്നോളജിപരമായ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.